അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷൈനാസ് വ്ലോഗ്. അപ്പോൾ ഞാൻ രാവിലെ വിചാരിച്ചു കുറച്ച് പഴം ഇരിപ്പുണ്ട്, അത് പഴുത്ത് പോയാൽ അവിടെ ആരും കഴിക്കത്തില്ല. അപ്പോൾ അതിനെ പാഴാക്കി കളയണ്ട, എന്തെങ്കിലും ഉപയോഗം വരുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല പഴുത്ത പഴത്തിനെ ഞാൻ വിചാരിച്ചു കോഴിക്ക് അരിഞ്ഞു കൊടുക്കാൻ. ചൂടൊക്കെയല്ലേ, കോഴികൾ കഴിക്കട്ടെ. അതിനുശേഷം അതിനേക്കാൾ ഇച്ചിരി കൂടെ പഴുത്തത് പരുവം കുറഞ്ഞതിന് ആട്ടിനും കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ രാവിലെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് പഴുത്ത് പോയ പഴത്തിനെ ഉപകാരപ്പെടുത്താൻ വേണ്ടിയിട്ട് നല്ല പഴുത്ത ഈ പഴത്തിനെ ഞാൻ കോഴിക്കും അരിഞ്ഞെടുത്തു, മറ്റതിനെ ആട്ടിനും കൊടുക്കാമെന്ന് വിചാരിച്ചെടുത്തു. അങ്ങനെ കോഴിക്ക് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇങ്ങനെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ ചെന്ന് തുറന്നു. കോഴിക്ക് കൊടുക്കാം, ഇല്ല പിന്നെ ആട്ടിനും കൊടുത്ത് ഇറങ്ങി വരാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ പോയി. അപ്പോൾ ഈ പഴം പഴുത്തത് ആട്ടിനോ കോഴിക്കോ കൊടുക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ചൂട് സമയത്ത് അല്ല തോനപ്പഴം ആടോ കോഴിയോ കഴിച്ചത് കൊണ്ട് കുഴപ്പമുണ്ടോ? അപ്പോൾ അതിനെക്കുറിച്ച് അറിയാമെന്നുള്ളവർ അഭിപ്രായങ്ങൾ പറയണേ. എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ അറിയാമെന്നുള്ളവർ പറയണം. അങ്ങനെ ഞാൻ കോഴിക്ക് കൊണ്ടുവന്ന് കുറച്ച് പഴം കൊടുത്തു. അവർ ഹാപ്പി ആയിട്ട് കഴിക്കുന്നുണ്ട്. കൊടുക്കുമ്പോൾ അവരുടെ പാത്രത്തിലേക്ക് കുറച്ചങ്ങ് തട്ടിക്കൊടുത്തു. അവരടിപൊളിയായിട്ട് കൊത്തി തിന്നു. അത് കഴിഞ്ഞ് അടുത്ത കൂട്ടിൽ 2-3 കൂട്ടിലായിട്ട് കോഴികളെ ഇട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇവിടെ പട്ടി ശല്യമൊക്കെ ഉണ്ട് കേട്ടോ. മതിലുണ്ടെങ്കിലും പട്ടിയൊക്കെ മതിൽ ചാടി വന്ന് എൻ്റെ കോഴികളെ ഒത്തിരി പിടിച്ച് കൊന്നിട്ടുണ്ട്, ഒത്തിരി പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്നാലും എനിക്ക് ഈ കോഴി ആടൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ വളർത്തുന്നതാണ്. അപ്പോൾ അടുത്ത കോഴിക്കും കൊണ്ടുവന്ന് ഞാൻ കുറച്ച് പഴം തട്ടിയിട്ട് കൊടുത്തു. അവരും ഹാപ്പി ആയിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. ചില ആൾക്കാർ പറയും പഴം തോനെ കൊടുത്തുകൂടാന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. അതുകൊണ്ട് നിങ്ങൾ അറിയാമെന്നുള്ളവർ പറഞ്ഞു തരണം. ഇവർക്ക് ഞാൻ കൊണ്ട് പഴം തട്ടിയതും കോഴികൾ കൂട്ടിൽ നിന്നെടുത്ത് പുറത്ത് ചാടി ഒറ്റൊരു ഓട്ടം. പഴം തിന്നുന്നുണ്ട്, ഇവരെ എനിക്ക് അകത്ത് വെച്ച് കൊടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അവരിറങ്ങി ഓടി. പിന്നെ അടുത്ത സ്റ്റെപ്പ് ഞാൻ വന്ന് ആട്ടിന് കൊടുക്കാൻ വേണ്ടി അരിഞ്ഞു വെച്ച പഴം എടുത്ത് അവർക്ക് കൊടുക്കാൻ വേണ്ടി എടുക്കുകയാണ്. നമുക്കിതുപോലെ പഴുത്ത പഴം കേടായില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ണിയപ്പത്തിനായാലും പിന്നെ പഴക്കേക്കിനായാലൊക്കെ ഞവിടാനായിട്ട് കൊള്ളാം കേട്ടോ, ബോണ്ടയ്ക്കൊക്കെ. അങ്ങനെ ഇവർക്ക് പഴം അരിഞ്ഞുകൊണ്ട് വരുന്നത് കണ്ടപ്പോൾ ഒരു സമാധാനമില്ല, ഭയങ്കര ബഹളം. അങ്ങനെ ഞാൻ ഇവർക്ക് കൊണ്ടുവച്ച് കൊടുത്തു. ഇവരും ഹാപ്പി ആയിട്ട് രണ്ടുപേരും കൂടെ അടി വെച്ച് തിന്നുന്നുണ്ട്. കുറച്ച് അവരുടെ അമ്മയ്ക്കും കൊടുത്തു, അവളും ഹാപ്പി ആയിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല, എൻ്റെ കോഴിക്കൂട് നല്ല സുരക്ഷിതമല്ലാത്തത് കൊണ്ട് കോഴിക്കൂട് സെപ്പറേറ്റ് കെട്ടിയിട്ടുണ്ട്. അത് പണി തീർന്ന് കിടക്കുവാണ്. ഇനി കുറച്ച് മെയിൻ്റനൻസും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു കൂട്ടിലെ കോഴിയെയും ഒരു കൂട്ടിലെ കുഞ്ഞിനെയും ഇടണം ഇൻഷാ അല്ലാഹ്. അപ്പം അതിൻ്റെ ഒരു പ്രിപ്പറേഷനിലാണ് കോഴിക്കൂട് ചെയ്ത് വെച്ചിട്ടുള്ളത്. പണിയൊക്കെ തീർന്നിരിപ്പുണ്ട്. തൊട്ടിപ്പുറത്ത് ആട്ടും കൂടാണ്. ഇനി ഇവിടെ കുറച്ച് പണിയുടെ ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കോഴി ഇടുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തരാം. പിന്നെ അപ്പോൾ ഞാൻ നല്ലൊരു വീഡിയോ എടുക്കാം കേട്ടോ. ഇതെൻ്റെ ആട്ടും കൂടാണ്. അവർക്ക് കിടക്കാനുള്ള ബെഡാണ് തടികളുള്ളത്. അപ്പോൾ അവർക്ക് സന്തോഷമായിട്ട് പഴമൊക്കെ കഴിച്ച് ഏതാണ്ട് തീർന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തോല് നമ്മൾ കഴിക്കാൻ കൊടുക്കുന്നതിൻ്റെ വേസ്റ്റ് ഇടുന്ന അതിനെ കൊണ്ട് തീയിട്ടു. അപ്പോൾ ഇവർ പഴവും കഴിച്ചിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അങ്ങനെ അവർക്ക് ഞാൻ കുറച്ച് ഗോതമ്പ് ഇട്ട് കൊടുത്ത് അവരത് കഴിക്കുന്നുണ്ട്. അല്ലാതെ ഞാൻ തവിടും തീറ്റയും കൂടെയാണ് കുഴച്ചവർക്ക് ഫുഡ് കൊടുക്കുന്നത്.
അപ്പോൾ പഴം ഒത്തിരി ഇരുന്നത് കൊണ്ടാണ് പഴം അരിഞ്ഞ് കൊടുത്തത്. മുട്ടക്കോഴികളാണ്, മുട്ടയിടുന്നുണ്ട്. നമുക്ക് ആവശ്യത്തിനും പുറത്ത് കൊടുക്കാനും മുട്ടകളുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ഇഷ്ടപ്പെട്ടാൽ